ഇത് നമുക്കറിയില്ലേ, പിണറായി വിജയന്റെ പ്രധാന പരിപാടി ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുമ്പിൽ കുനിഞ്ഞിരിക്കുകയാണ്. അവർ രണ്ടുപേരും എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിട്ട് കൊടുക്കും. PMCയിൽ ഒപ്പിട്ട് കൊടുത്തു. പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല, സ്റ്റേറ്റ് കമ്മിറ്റി അറിഞ്ഞില്ല, സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല, ക്യാബിനറ്റ് അറിഞ്ഞില്ല, LDF അറിഞ്ഞില്ല. അറിയാലോ, ഒപ്പിട്ടത് PMCയിൽ ഒപ്പിട്ടത്. അവര് പറഞ്ഞതെല്ലാം കേൾക്കും. ഭയന്ന് നിൽക്കുകയാണ്. ഭയന്നാണ് ഇവർ ഭരിക്കുന്നത്. അതിന് അവരുമായി കുറെ പാലങ്ങളുണ്ട്. അതിലൊരു പുതിയ പാലമാണ് ഇപ്പൊ രംഗപ്രവേശം ചെയ്ത ജോൺ ബ്രിട്ടാസ്. നേരത്തെ കുറെ പാലങ്ങളുണ്ട്. ഇപ്പോ ഈ ഹൈവേ തകർന്നു വീണുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ഒട്ട് ഇല്ലേ? സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല. ഇന്ന് മുഖ്യമന്ത്രി പറയുക, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് എന്തിനാണ് ഇത് പണിയുന്നതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നത്? അത് റീലിട്ടുകൊണ്ട് നടക്കായിരുന്നല്ലോ. PWD മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ റീലിട്ടുകൊണ്ട് നടക്കായിരുന്നല്ല. അപ്പൊ സംസ്ഥാന ഗവൺമെന്റിന് പരാതിയില്ല. നൂറുകണക്കിന് സ്ഥലത്ത് മനുഷ്യന്റെ ജീവനപകടത്തിൽ ഇന്നലെ നമ്മൾ ശ്വാസം വിട്ടുപോയി അല്ലെ, നിന്നുപോയി. നമ്മുടെ 36 കുട്ടികളാണ് അതിന്റെ ഇടയിൽ പെട്ടുപോയത്. ഞങ്ങളൊക്കെ സ്ഥിരയാത്രയല്ലേ തീ കൂടി നമ്മളെല്ലാം. എന്നിട്ട് ഒരു പരാതിയില്ല. വീഴാത്ത പാലാരിവട്ടം പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയതാ. പാലാരിവട്ടം പാലം ഇന്നുവരെ വീണിട്ടില്ല. വീഴാത്ത പാലാരിവട്ടം പാലം പഞ്ചവടി പാലം എന്ന് പ്രചരണം നടത്തിയ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അഴിമതി പാലം വീണുകൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ഒരു പരാതിയില്ല. പണി പൂർത്തിയായ അതിന്റെ ക്ലെയിം എടുക്കാൻ പറ്റും. പാലം വീണ അയ്യോ ഇത് ഏത് പാലം, ആരുടെ പാലം? ഈ ക്ഷേത്രത്തിന്റെ പണമുള്ളത് അതിന്റെ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യണത് ആരാണെങ്കിലും, വ്യക്തിയാണെങ്കിലും സ്ഥാപനമാണെങ്കിലും ക്ഷേത്രമാണെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അത് തിരിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയപ്പോഴാണ് ക്ഷേത്രത്തിന്റെ ആളുകൾ ഹൈക്കോടതി പോയത്. ഹൈക്കോടതി അത് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അതിനെതിരായി വീണ്ടും സുപ്രീം കോടതി പോയപ്പോഴാണ് സുപ്രീം കോടതി ശക്തമായ താക്കീത്, പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്ത് ക്ലെയിമാണുള്ളത്? ആര് പണം നിക്ഷേപിച്ചാലും, ഏത് ബാങ്കിൽ നിക്ഷേപിച്ചാലും അതിന് കാലാവധി പൂർത്തിയാക്കി കഴിയുമ്പോൾ പണം ചോദിച്ചാൽ കൊടുക്കണ്ടേ, തിരിച്ചു കൊടുക്കണ്ടേ? പണം കൊടുത്തേ പറ്റുള്ളൂ. ഇത് ഈ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന കാര്യം കൂടിയാണ്. അതിന് ക്ഷേത്രത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ വ്യക്തിയുടെ എന്നില്ലല്ലോ. നമ്മൾ കൊണ്ടുപോയി നിക്ഷേപിച്ച് നമ്മൾ സ്ഥലം വിറ്റിയ കാശ് മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് വെച്ച്, മോളെ കല്യാണം ആകുമ്പോൾ നമ്മളെയൊന്ന് ചോദിക്കും, കാലാവധി ആകുമ്പോൾ തരില്ല എന്ന് പറഞ്ഞാൽ ക്ഷേത്രം പണം നിക്ഷേപിച്ചേക്കല്ലേ? അപ്പൊ ഇനി മുതൽ അത്ര സ്ഥാപനങ്ങൾ ഈ പണം തിരിച്ചു കൊടുക്കാതെ അവർക്ക് സുപ്രീം കോടതി വരെ പോകേണ്ട ഗതികേട് വന്നു. അപ്പൊ ക്രെഡിബിലിറ്റിയാണ് പോകുന്നത്, വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത്. സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ ഈ സർക്കാർ തകർക്കാണ്. കരുവന്നൂർ മുതൽ എല്ലായിടത്തും തകർക്കാണ്. എല്ലായിടത്തും ഈ ലാഭത്തിലായിരുന്ന ജില്ലാ ബാങ്കുകളെ കൊണ്ട് നഷ്ടത്തിലായ സ്റ്റേറ്റ് ബാങ്കിൽ കൊണ്ടുപെടുത്തി. ഇപ്പൊ കരുവന്നൂർ ബാങ്കിന് കുഴപ്പമുണ്ടായി. തൃശൂർ ജില്ലാ സഹകരണ ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ 48 മണിക്കൂറിനകം മുഴുവൻ നിക്ഷേപകർക്കും പണം കൊടുക്കായിരുന്നു. ഇപ്പൊ ഇല്ല. ഇപ്പൊ സ്റ്റേറ്റ് ബാങ്കിന് കൊടുക്കാൻ പറ്റില്ല. കാരണം റിസർവ് ബാങ്കിന്റെ കൺട്രോളിലാണ് സ്റ്റേറ്റ് ബാങ്ക്. ഈ പ്രാഥമിക സർവീസ് ബാങ്കുകളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഒരു ഇടപെടലും നടത്താൻ പറ്റില്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിലും ഷെഡ്യൂൾഡ് ബാങ്കിലും പണം നിക്ഷേപിക്കുന്നവർക്ക് നിക്ഷേപിക്കുന്ന പണത്തിന്റെ സുരക്ഷിതത്വം ഉള്ളതുപോലെ കേരളത്തിലെ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിക്കുന്ന മുഴുവൻ നിക്ഷേപകർക്കും സുരക്ഷിതത്വം UDF ഉറപ്പുവരുത്തും. അത് ഞങ്ങളുടെ വാക്കാണ്. അത് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ UDF പ്രഖ്യാപിക്കാൻ പോണ കാര്യം ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞ. എല്ലാവർക്കും നിക്ഷേപം, ആര് പണം നിക്ഷേപിച്ചാലും, ഇപ്പൊ ബാങ്കിൽ നിക്ഷേപിച്ച റിസർവ് ബാങ്ക് പ്രൊട്ടക്ട് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്ന മുഴുവൻ നിക്ഷേപങ്ങൾക്കും. അപ്പോഴാണ് ഈ സഹകരണ ബാങ്കുകളുടെ ക്രെഡിബിലിറ്റി വർദ്ധിക്കുന്നത്. ഇപ്പൊ ഞാൻ പണം കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്റെ ആവശ്യത്തിന് പണം എടുക്കാൻ വരുമ്പോൾ പണം തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും പിന്നെ കോപ്പറേറ്റീവ് ബാങ്കിൽ കൊണ്ട് പണം ഇടുവോ? ഇല്ലല്ലോ. വ്യക്തിപരമായ പണം ഇട്ടിരിക്കുകയാണ്. ഈ പണമൊക്കെ തരില്ല എന്ന് പറഞ്ഞാലോ? അത് CPM സഹകരണ മേഖലയുടെ വിശ്വാസ്യതയെ പൂർണ്ണമായി തകർത്തു. ഈ ഗവൺമെന്റിന്റെ ഒരു ഇതുകൂടിയാണ്. അതെന്തെങ്കിലും അത് ചെയ്യണം, ജില്ലാ ബാങ്കുകൾ ചെയ്യണം. അത് ഉണ്ടായിരുന്ന സംവിധാനത്തെ അതിനെ അഡ്രസ് ചെയ്യാൻ. ആരാണ് പണം കട്ടുകൊണ്ട് പോയെങ്കിൽ കോൺഗ്രസ്സുകാരൻ പണം കട്ടുകൊണ്ട് പോയാലും CPM-കാരൻ പണം കട്ടുകൊണ്ട് പോയാലും കട്ടുകൊണ്ട് പോയതിന്റെ അവന്റെ സ്ഥലം കൊടുത്തേക്കണം. എവിടെ അവൻ പോകേണ്ട സ്ഥലം? എവിടെ? ജയിലാണ്. അവിടേക്ക് കൊടുത്തേക്കണം. നാട്ടുകാരുടെ പണം കട്ടുണ്ട് ആരായാലും, അത് കോൺഗ്രസ് ആയാലും CPM ആയാലും. പക്ഷെ നിക്ഷേപകന്റെ കാര്യം, ഇവൻ ജയിലിൽ പോയാൽ നിക്ഷേപകന്റെ പ്രശ്നം തീരുമോ? നിക്ഷേപന് ഗവൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം. അതാണ് സഹകരണ മേഖലയിലെ വിശ്വാസ്യത LDF തകർത്തു.